ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടുത്തെ പൊതുസമൂഹവും മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ 2 ടേമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന LDF സമിതിയും ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതല്ല. ഒരു 10-30 വർഷം കേരളം എങ്ങനെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ് ആ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാർ 600 പരിപാടികൾ മുന്നോട്ട് വെക്കുകയും ഏകദേശം പൂർണ്ണമായി തന്നെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കരുത്തിലാണ് 2021 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അന്ന് 900 പരിപാടികൾ മുന്നോട്ട് വെച്ചു. അതിൽ 97 പരിപാടികൾ നടപ്പിലാക്കപ്പെടുകയും ആ പരിപാടിയിൽ വരാത്ത അതാത് സന്ദർഭത്തിൽ വന്ന വിഷയങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നടപ്പിലാക്കുകയും ചെയ്ത ഗവൺമെൻറ്റാണ്. ഈ 26 തെരഞ്ഞെടുപ്പിൽ LDF സംസ്ഥാന സമിതിയും ഭരണകൂടവും മുന്നോട്ട് വെക്കുന്ന ആശയം സംതൃപ്തമായ ഒരു ജനത, അങ്ങനെ ലോകത്തിൻ്റെ ഒരു മാതൃകയായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ്. LDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതാണ്, നടപ്പാക്കിയിട്ടുള്ളതാണ്, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റു പല മുന്നണികളും പറയുന്ന വാഗ്ദാനം ഒന്നുപോലും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ജനങ്ങളുടെ പെൻഷൻ 500 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയും അപ്ഡേറ്റാക്കി അത് നൽകുകയും ചെയ്യുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി അത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 60 ഇനങ്ങളിലായി കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും ബന്ധപ്പെടുത്തി എല്ലാ വിഭാഗം ജനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആശയമാണ്, ആവിഷ്കാരമാണ് ആ മാനിഫെസ്റ്റോ. അത് വടകര മണ്ഡലത്തിൽ സമ്പൂർണ്ണമായി നടപ്പാക്കുന്നതിന് വേണ്ടി അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു ജനപ്രതിനിധിയും സംവിധാനവും ഇവിടെ ഉണ്ടാകണം. കഴിഞ്ഞ 5 വർഷം അക്ഷരാർത്ഥത്തിൽ വികസന മുരടിപ്പിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഇവിടുത്തെ നിയമസഭയെ പ്രതികരിച്ച വ്യക്തി, മന്ത്രിമാരും വിവിധ വകുപ്പുകളും സമ്പൂർണ്ണമായി സഹകരണം അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നാദാപുരവും കുറ്റ്യാടിയും പേരാമ്പ്രയും ഒക്കെ എടുത്താൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ 1000 കോടി മുതൽ 2000 കോടി രൂപയുള്ള വികസനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കിംഫി മുഖാന്തരം മാത്രം പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. മറ്റ് സർക്കാർ ഫണ്ടുകൾ, അതുപോലെ മറ്റു ചില ഏജൻസികളുടെ ഫണ്ടുകൾ, അത് മുഖാന്തരം നിരവധി വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ കൂടെ ഓരോ മണ്ഡലത്തിലും സപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ ആദ്യം 119 കോടിയാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞ് 150 കോടി. എനിക്ക് തോന്നുന്നു ഇന്നലെ നടന്നിട്ടുള്ള മീറ്റ് ക്യാൻഡ് പരിപാടിയിൽ അവർ 192 കോടിയുടെ വികസനം വന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്തുള്ള മണ്ഡലങ്ങളിലെ 10-ലൊന്നോ 5-ലൊന്നോ മാത്രമേ ഈ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടുള്ളൂ.
കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, വടകര ഒഴിച്ച ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സർക്കാരിൻ്റെ സാധ്യതകളെയും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി വികസനം നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഈ ഫണ്ടുകൾ വിനിയോഗിച്ചത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഹരിപ്പാടിനെ പ്രതികരിച്ച് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, അവരുടെ ദേശീയ നേതാവ് പറഞ്ഞത് വലിയ വികസനങ്ങൾ അവരുടെ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നാണ്. സീതി ഹാജിയുടെ മകൻ PK ബഷീർ പറഞ്ഞത് ഗവൺമെൻറ്റിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ ധാരാളം വികസനങ്ങൾ നടന്നിട്ടുള്ളത് എന്നതാണ്. പക്ഷെ വടകരയിൽ വികസനം മുരടിപ്പാണ്. അതിനറുതി വരുത്തുക എന്ന വലിയ ലക്ഷ്യം LDFിൻ്റെ മാത്രമല്ല, ജനങ്ങളുടെ ആകെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതോടൊപ്പം വടകരയുടേതായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അത് ടൂറിസത്തിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതാണ്. പ്രകൃതി രമണീയമായ വടകര, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഒരു വലിയ പദ്ധതി നടപ്പാക്കപ്പെടാൻ പോവുകയാണ്. ബേപ്പൂരിൽ തുടങ്ങി ഏറാമലയിലെ മാഹിപ്പുഴയിലുള്ള നടുത്തുരുത്തി അടക്കം വടകര മാഹിക്കനാലിലെ ജലപാതയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ പദ്ധതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായും വടകര മാഹിക്കനാലിൻ്റെ സാധ്യതകൾ, വാഗ്ബടാനന്ദ പാർക്ക്, നടുത്തുരുത്തി, പയൻകുറ്റിമല, ലോകനാർകാവ്, സാൻഡ് ബാങ്ക്, വാഗ്ബടാനന്ദ പാർക്ക്, സർഗാലയ, ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം കോറിഡോറായി അങ്ങനെ വടകര ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുമ്പോൾ വടകര മണ്ഡലത്തിലെ തന്നെ, അല്ലെ കോഴിക്കോട് ജില്ലയിൽ തന്നെ, കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള വലിയൊരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ വടകര ഈ മേഖല നാളികേരത്തിൻ്റെ നാളികേരാധിഷ്ഠിതമായ സംരംഭങ്ങൾ ആരംഭിച്ച് അതിൽ തൊഴിലെടുക്കാൻ സന്നദ്ധതയുള്ള സ്ത്രീ തൊഴിലാളികളടക്കം, ഞാൻ എറാമല ബാങ്കിൻ്റെ ചെയർമാനാണ്. ആ ബാങ്ക് തുടങ്ങിയിട്ടുള്ള 2016 തുടങ്ങിയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കോംപ്ലക്സ് അത് വൈവിധ്യവൽക്കരിച്ച് നൂറുകണക്കിന് ആൾക്കാർ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന വലിയ സംരംഭമായി വികസിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വടകര മണ്ഡലം മൊത്തത്തിലെടുത്തുകൊണ്ട് സ്കിൽഡ് വർക്കേഴ്സും സ്ത്രീകളും തൊഴിലാളികളും എല്ലാം തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ്, തൊഴിലധിഷ്ഠിതമായ ആയിരക്കണക്കിന് കുട്ടികൾ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ പുതിയ സംരംഭങ്ങൾ, ഉദാരമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ എല്ലാവരെയും ബന്ധപ്പെടുത്തി ആയിരക്കണക്കിന് യുവാക്കൾക്ക്, അഭ്യസ്തവിദ്യരായ യുവാക്കൾ തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു വലിയ സംരംഭം ഈ വടകരയിൽ നമ്മൾ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നടപ്പാക്കപ്പെടുമെന്ന ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് നിങ്ങളുടെ പിന്നെ ഈ ജനങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത്. അതുപോലെ എല്ലാ വിഭാഗവും, ഇവിടെ യുവജനങ്ങളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ മടപ്പള്ളി കോളേജ് വിദ്യാഭ്യാസ സമീപനം തന്നെ മാറുകയാണ്. നിർമ്മിത ബുദ്ധിയുടെയും അതുപോലെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെയും എല്ലാം ഉയർന്ന തോതിലുള്ള, അപ്പോൾ പുതിയ കോഴ്സുകൾ, യുവാക്കൾ അഭിസംബോധന ചെയ്യേണ്ടുന്ന പുതിയ കോഴ്സുകൾ, അതിലേക്ക് വരേണ്ടുന്ന പുതിയ കോഴ്സുകളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടായിട്ടുണ്ട്. കളരിയുടെ നാടായ, അതുപോലെ സാഹിത്യലോകത്ത് നിരവധി സംഭാവന നൽകിയ ഒരു നാട്, കടത്തനാടിൻ്റെ ഒരു പ്രചോദനമായി ഈ മേഖലയിലെ എല്ലാ അക്കാദമികളും രൂപീകരിച്ച് അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ, അതിലെ കായിക മേഖലയിൽ വടകര ഏറ്റവും പ്രധാനപ്പെട്ട വോളിബോളിൻ്റെ ഒരു നാടാണ്. അതിൽ വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും ഇതിനെല്ലാം കളിക്കാൻ ആവശ്യമായ കളിക്കളങ്ങൾ വ്യാപകമായി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ പാർക്കുകൾ, ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ജീവിതം സുഖകരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർക്കുകൾ, ഇപ്പോൾ വാഗ്ബടാനന്ദ പാർക്കിലൊക്കെ അതുപോലെ സാൻഡ് ബാങ്കിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള സൗകര്യങ്ങൾ വടകരയുടെ കുടിവെള്ള പദ്ധതി, പട്ടണത്തിൻ്റെയും ഉയർന്ന പ്രദേശങ്ങളുടെയും അതുപോലുള്ള
താഴ്ന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതിക്ക് ഇപ്പോൾ തന്നെ പദ്ധതിയുണ്ട്. അതൊന്നുകൂടി നവീകരിച്ചുകൊണ്ട് അത് ജനങ്ങൾക്കെല്ലാം സൗകര്യം ലഭിക്കുന്ന രൂപത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഹൈവേ ഇവിടെ അല്പം അതൊന്നുകൂടി ശക്തിപ്പെടുത്തി നമ്മുടെ നിയമസഭാ സാമാജികരുടെയും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനത്തിൻ്റെയും LDFിൻ്റെയും എല്ലാം മുൻകൈ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ സംവിധാനമുണ്ടാവണം. യഥാർത്ഥത്തിൽ ഹൈവേ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്, നടക്കില്ല എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു വിൽ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് തന്നെ ചെലവഴിച്ച സ്ഥലം ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്തിട്ടുള്ളത്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതൊക്കെ തുരങ്കപ്പാത, അതൊക്കെ വടകരയുടെ കൂടി വികസനത്തിൻ്റെ, അതിൽ വയനാടിൻ്റെ ഒരു തുറന്ന ഒരു ഗേറ്റാണ് യഥാർത്ഥത്തിൽ വടകര. അത് ആ രൂപത്തിൽ ആ പ്രദേശത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് വടകരയെ ഒരു തുറന്ന കവാടമാക്കി, അതുപോലെ ഇവിടുത്തെ കടൽ മേഖല, ഫിഷറീസ് മേഖല, തീരദേശ മേഖല, കുരിയാടി, അതുപോലെ അവിടുത്തെ ഫിഷിംഗ് ഹാർബർ, അതുപോലെ തന്നെ നമ്മുടെ ചോമ്പാൽ ഫിഷിംഗ് ഹാർബർ, ഫിഷിംഗ് ലാൻഡ്, അതുപോലെ കടലോരം സംരക്ഷിതമാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അതിനെല്ലാം ശാശ്വത പരിഹാരം കിട്ടാൻ ആവശ്യമായ നടപടികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിന് പിന്നിൽ പ്രചോദനമായും കരുത്തായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാവും. കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ വടകരയിൽ നിന്ന് ജനപ്രതിനിധി ഉണ്ടാവണം. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് LDF ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ മാനിഫെസ്റ്റോ ജനങ്ങൾ സഹർഷം സ്വീകരിക്കുമെന്നും സ്വാഗതം ചെയ്യുമെന്നും അതിനനുസൃതമായി അവരുടെ വിവേചന അവകാശമായിട്ടുള്ള സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പല കാലങ്ങളായി നമ്മൾ പറയുന്നതാണ്, ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു നല്ല പ്രസ് ക്ലബ്ബ്, നല്ലൊരു ഓഡിറ്റോറിയം ഇപ്പോൾ കോഴിക്കോടും അതുപോലെ മറ്റു സ്ഥലത്തുമുള്ളതുപോലെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകന്മാരുടെ സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രസ് ക്ലബിൻ്റെ ഓഫീസും ഒരു നല്ല കെട്ടിടവും അതൊക്കെ നമുക്ക് കൂട്ടായി ഇരുന്നു കൊണ്ട് ജനങ്ങളെ എല്ലാം പിന്തുണയോടുകൂടി നമുക്ക് സംഘടിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മാധ്യമലോകത്തിൻ്റെ എല്ലാ പിന്തുണയും എല്ലാ സമയത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട്. തുടർന്നും അത് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് ഈ നിലവിലുള്ള MLA വരുന്നതിന് മുമ്പ് അവസാനമായി ഇവിടെ പ്രതികരിച്ചത് CK നാരായണനാണ്. ഇവിടെ കാണുന്ന വികസനങ്ങളെല്ലാം ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ ചന്ദ്രശേഖരനായ സമയത്തും പ്രേംനാഥ സമയത്തും നാരായണനായ സമയത്തും വന്ന വികസനങ്ങളെ ഇവിടെ വന്നിട്ടുള്ളൂ. മോഡൽ പോളി മുതൽ റൂറൽ SP ഓഫീസ് മുതൽ അതുപോലെ ഫിഷിംഗ് ഹാർബർ മുതൽ ഏറ്റവും അവസാനം നാണുവെട്ടിനുള്ള സമയത്താണ് ഇവിടെ റവന്യൂ ടവറിൻ്റെ എല്ലാ ടെക്നിക്കൽ സാങ്ഷനുമായി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചത്. അതുപോലെ ഫാമിലി കോർട്ട്, ഇപ്പോൾ അവകാശപ്പെടുന്ന ഫാമിലി കോർട്ടിൻ്റെയും അതുപോലെ തന്നെ റവന്യൂ ടവറിൻ്റെയും എല്ലാം പണി നാണുവെട്ടിന് പൂർത്തീകരിച്ച് പോയതാണ്. ഈ 5 വർഷത്തെ അതെ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ പറയുന്നത് ഈ 5 വർഷം മുരടിപ്പുണ്ടായിട്ടില്ല. അതേവരെ തുടർന്ന് വന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ വടകര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാക്കി നിലനിർത്താൻ സാധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന അവസരത്തിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ചന്ദ്രശേഖരൻ മിനിസ്റ്റർ ആയിട്ടുണ്ട്, നാണുവെട്ടൻ മന്ത്രിയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ വലിയ മുന്നേറ്റമാണ് വടകരയിൽ നടന്നത്. പക്ഷേ ആ മുന്നേറ്റത്തെ ഈ കഴിഞ്ഞ 5 വർഷമായി തടയപ്പെടുകയും എന്തോ കാരണത്താൽ അത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടില്ല. ആ ഫ്ലോ തുടരണം എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ഞങ്ങളൊരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ 5 വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും ഇന്നോവേറ്റീവായ നവീനമായ എന്തെങ്കിലും ഒരു പദ്ധതി ഈ വടകര ഈ 5 വർഷം കൊണ്ട് കൊണ്ടുവരാൻ നിലവിൽ MLA സാധിച്ചിട്ടുണ്ട്? അതിന് അവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു മീഡിയ ചോദിച്ചപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇവിടുത്തെ മന്ത്രിമാരിൽ നിന്ന് സഹകരണമുണ്ടായോ, സർക്കാരിൽ നിന്ന് സഹകരണമുണ്ടായോ? അപ്പോൾ അവരന്ന് മറുപടി പറഞ്ഞത് തോന്നുന്നത് സാൻഡ് ബാങ്കിൽ നമ്മുടെ
നമ്മുടെ ടൂറിസം മിനിസ്റ്റർ റിയാസ് വന്ന അവസരത്തിലായിരുന്നു. മന്ത്രിമാരിൽ നിന്ന് കേരളത്തിലെ എല്ലാ വകുപ്പ് തലങ്ങളിൽ നിന്നും എല്ലാ സഹകരണവും കിട്ടിയെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചാനൽ അഭിമുഖത്തിലും ഈ പറയുന്ന നിലവിൽ MLA ഇത് വ്യക്തമാക്കിയതാണ്. അതിന്റെ ഓഡിയോ വേണം എൻ്റെ അടുത്ത് ഞാൻ പ്ലേ ചെയ്തു തരാം. വളരെ കൃത്യമായി സർക്കാരിൽ നിന്നൊരു പകപോക്കലും വിവേചനം ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് നിലവിൽ MLA തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് എപ്പോഴെങ്കിലും ഈ പത്രപ്രവർത്തകന്മാരോട് എപ്പോഴെങ്കിലും ഇങ്ങനെ എൻ്റെ മണ്ഡലത്തിന് നേരെ അല്ലെങ്കിൽ എതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പകപോക്കൽ വിദ്വേഷ നയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അതിലേതെങ്കിലും മന്ത്രിമാരോ അനുവർത്തിക്കുന്നുണ്ടെന്ന് ഏതെങ്കിലും ഈ 5 വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതെന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന സമയം പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളാണതല്ലോ. അതിന് രാഷ്ട്രീയ ക്യാമ്പയിൻ അങ്ങനെ ഒരു ഗവൺമെന്റ് വിവേചനമാണെങ്കിൽ അതൊരു വലിയ ബഹുജന പ്രക്ഷോഭമായിട്ട് അത് കൊണ്ടുവരണ്ടേ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയതേ ഇല്ല. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റാണ് സർക്കാർ അംഗീകരിക്കാത്തത് വെച്ചത്? ജനങ്ങൾക്ക് ഒരു സ്ഥലത്തെ പുറത്തിറങ്ങി വളരെ സാധ്യതയാണ്. ആ കാര്യത്തിൽ ഒരു കാര്യക്ഷമമായ മുന്നണി നേതൃത്വത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തുകയോ ഈ പ്രശ്നം പരിഹരിക്കണോ എന്തെങ്കിലും നടത്തിക്കോ കരാർ ജനം തുറഞ്ഞു വാശിച്ചാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും നടപടികളുണ്ടാകുമ്പോൾ ജനങ്ങൾ യഥാർത്ഥത്തിൽ നേരത്തെയുണ്ടായിട്ടുള്ള അലൈൻമെൻറ്റ് വടകര പട്ടണത്തിൻ്റെ വ്യാപാരികൾക്കും അവിടെ വരുന്ന ആൾക്കാർക്കും ദുരിതം വിതക്കും എന്നതുകൊണ്ട് വടകര മുനിസിപ്പൽ ചെയർപേഴ്സണും അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ തദ്ദേശ ഈ PWD മിനിസ്റ്ററും എല്ലാം മുൻകൈ എടുത്തിട്ടാണ് ഇവിടെ ഈ ഉയരപ്പാത നിർമ്മിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അത് പോരാ, കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അതിനിവിടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ ഉപരിതല ഗതാഗത മന്ത്രിയെ നേരിട്ട് തന്നെ കണ്ട്, ഡൽഹി പോയി നേരിട്ട് കണ്ട് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിന്ദു അടക്കമുള്ള ആളുകൾ പോയി നിവേദനം നടത്തിയതിൻ്റെ ഫലമായി, സമ്മർദ്ദം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഉയരപ്പാത നിർമ്മിക്കാൻ ആവശ്യമായ സംവിധാനമുണ്ടായത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും റോഡ് മുറിച്ച് കിടക്കാനുള്ള പ്രയാസം മനസ്സിലാക്കി അതിലിടപെട്ടുകൊണ്ട് അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ആക്കാൻ സാധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വടകര മുനിസിപ്പൽ ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റിയും സംസ്ഥാന ഗവൺമെൻറ്റും നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അതെ, ഞാൻ ശശി ഞാൻ സുഖമായിട്ട് അല്ല മടപ്പള്ളി കോളേജിൻ്റെ വിഷയം, മടപ്പള്ളി കോളേജ് ഏത് കാലം വരെ നിലനിൽക്കും ആ കാലം വരെ മടപ്പള്ളി കോളേജിൻ്റെ വിഷയം അതൊരിക്കലും അവസാനിപ്പിക്കേണ്ട വിഷയമല്ല, അത് തുടർന്നുകൊണ്ടേ പോകണം. അതുകൊണ്ട് മടപ്പള്ളി കോളേജ് 20 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അതുകൊണ്ട് ആവശ്യം നമുക്ക് അവസാനിപ്പിക്കാം. മടപ്പള്ളി കോളേജിൽ മടപ്പള്ളി കോളേജിൽ ഇപ്പം ഞങ്ങൾ വെച്ച ആവശ്യം കാലാനുസൃത ആവശ്യമാണ്. ഒന്ന് ന്യൂജൻ കോഴ്സുകൾ വരണം, മടപ്പള്ളി കോളേജിൽ സിന്തറ്റിക് ട്രാക്ക് വരണം. ഇതെല്ലാം പുതിയ ആവശ്യങ്ങളാണ്. മടപ്പള്ളി കോളേജ് ധാരാളം കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ പ്രകടനത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അപ്ഡേഷനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം LDF ഒരു മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്യുന്നു, വടകര മണ്ഡലം LDF കമ്മിറ്റി. അതിൽ വന്ന കാര്യങ്ങൾ അത് അന്ന് നിങ്ങൾ ഇടതുപക്ഷത്തിൽ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അതിൽ മഹാഭൂരിപക്ഷവും LDFിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തതുപോലെ വടകരയിൽ നടപ്പാക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തില്ല. അതിൻ്റെ ദുരിതമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ ദുരിതം അവസാനിക്കണം എന്നാണ് ശശി നമ്മൾ പറയുന്നത്. എല്ലാ പദ്ധതികൾ പല സാങ്കേതികമായ കാരണങ്ങളാൽ
അത് പ്രകൃതി സംരക്ഷണം അതുപോലുള്ള കാര്യങ്ങൾ, അത് ചില സാങ്കേതികമായ വിഷയം വന്നുകൊണ്ട് നീണ്ടു പോയതാണ്. സംസ്ഥാന ഗവൺമെൻറ് സജീവമായ ശ്രദ്ധയിലുണ്ട്, ടൂറിസം വകുപ്പിൻ്റെ സജീവമായ ശ്രദ്ധയുണ്ട്. ചില കാര്യങ്ങൾ ലാഗ് ചെയ്ത് പോയിട്ടുണ്ട്, അതിന് പരിഹാരം കാണും അടിയന്തരമായി. അതെല്ലാം ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ജനപ്രതിനിധിയാണ് മണ്ഡലത്തിൽ. അവിടെ മുൻകൈയിൽ വന്ന കുഴപ്പമോ അല്ലെങ്കിൽ പാളിച്ചോ ആയിരിക്കാം. അതാണ് വടകര ചേലക്കാട് റോഡിന് വടകര മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ടും ചേലക്കാട് വരെയുള്ള പ്രവൃത്തി അതിവേഗം നടന്നു വരികയാണ്. അത് കുറ്റ്യാടി നാദാപുരം മണ്ഡലത്തിലാണത്. നടക്കാത്തതിൻ്റെ കാരണം ഈ മണ്ഡലത്തിൻ്റെ MLA ആണ്. ആവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മാറ്റിയത്. ഇനിയിപ്പോൾ അവസാനം ഒരു ചാൻസ് കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ അവസാന നിമിഷമെങ്കിലും ആ സ്ഥലം വിട്ടുകൊടുത്താൽ അതുകൂടി ഈ 5 വടക്ക് വരെ നിർത്താൻ വേണ്ടി കഴിയും. പക്ഷേ MLA ഒരു ചെറുവിരൽ അനക്കാൻ പോലും MLA തയ്യാറില്ല. അപ്പുറത്തെ കുറ്റ്യാടി MLAയും നാദാപുരം MLAയും ഇതിൻ്റെ പിന്നാലെ മാസങ്ങളോളം ആളുകളെ കാണാനും അവിടെ കമ്മിറ്റി വിളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പണി പൂർത്തിയാകുന്നത്. ഇവിടെ നേരത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ മുൻകൈ എടുത്തു, പക്ഷേ MLA വന്നില്ല. ഒരു പരിപാടിക്ക് വിളിക്കുന്നില്ല, അവസാന ഘട്ടത്തിലാണ് വിളിച്ചു തുടങ്ങിയെന്നാണ് ഇന്നലെ പറഞ്ഞത്. അതുമാത്രമല്ല, ഇപ്പം ചെയർപേഴ്സൺ മാറിയതിനു ശേഷം പിന്നെയും കുറച്ചും കൂടി ആക്സസ് കിട്ടുന്നുണ്ടെന്നാണ് ഇന്നലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിളിച്ചിട്ടുണ്ട്. വിളിക്കേണ്ടതും എല്ലാ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പരിപാടിയിലും MLA വിളിക്കണം എന്നൊരുത്തില്ല. എന്നാൽ വിളിക്കേണ്ടല്ലോ, അവരോട് വിളിച്ചിട്ടുണ്ട്. അവർക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ സംവിധാനം ഉണ്ടല്ലോ. അതിനെല്ലാം MLA വേണം, മന്ത്രി വേണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എല്ലാ പരിപാടിയിലും MLA ഇല്ല. അതായത് ഒറ്റ കാര്യം പറയാം, ഈ ചോറോട് പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം, റിയാസ് മിനിസ്റ്ററും അതിന്റെ അധ്യക്ഷ ഈ പറയുന്ന MLA ആണ്. ഇടതുപക്ഷമോ അല്ലെങ്കിൽ CPIMോ രാഷ്ട്രീയമായ വിവേചനം അങ്ങനെ വരില്ലല്ലോ. നമ്മുടെ ഈ മണ്ഡലത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളിലും അധ്യക്ഷയായിട്ട് MLA ഉണ്ട്. അവർ വിളിക്കേണ്ട സ്ഥലത്തൊക്കെ അവർ വിളിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായും. അതെ, ശരി. ചോമ്പൽ ഹാർബറിൽ 5 വർഷമായി വികസനമില്ല എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. എന്താണ് അതിൻ്റെ ഉത്തരം? പരാതിയാണ്. അതിന് ഉത്തരവർ പറയട്ടെ. ഞങ്ങൾ ഇന്നേ കാര്യങ്ങൾ ചോമ്പൽ ഹാർബറിൽ 5 വർഷമായി ചെയ്തിട്ടുണ്ട് എന്ന മറുപടിക്ക് പകരമായി ഇങ്ങനൊരു പ്രചരണം ഇടതുപക്ഷമൊന്നും കൊണ്ടുവന്നില്ല, ജനങ്ങൾ കൊണ്ടുവന്നെയാണ്. ആ ജനങ്ങൾ കൊണ്ടുവന്ന പ്രചരണത്തിനെതിരെ പരാതി കൊടുക്കലാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഇന്നേ കാര്യം 5 വർഷമായി ചോമ്പൽ ഹാർബർ ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ ശോചനീയാവസ്ഥയാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ അന്ന് ഈ പറഞ്ഞ ബൈറ്റ് തന്ന ഈ സാമൂഹ്യ മാധ്യമം പ്രചരിക്കുന്നൊന്നും ഇടതുപക്ഷമൊന്നുമല്ല, എല്ലാം വളരെ ഈ വലതുപക്ഷവുമായി ബന്ധപ്പെട്ട UDF ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരാണ് പറയുന്നത്, അവർ ജീവിതാനുഭവമാണ്. അവിടെ മാലിന്യ പ്രശ്നമുണ്ട്. ഒരു ഹൈമാസ് ലൈറ്റ് പോലും ഈ 5 വർഷമായി MLA അവിടെ ചെയ്തിട്ടില്ല. ഇപ്പം എന്താ പറയുന്നത്? 1 മാസം കൊണ്ട് ചെയ്തിരുന്ന ഈ 5 വർഷം കൊണ്ട് ചെയ്തു തരാത്ത കാര്യം 1 മാസം കൊണ്ട് ചെയ്തു തരാൻ കഴിയുമെന്ന് മത്സ്യത്തൊഴിലാളികൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അവരെന്താ മറുപടി പറയില്ല. എന്ത് ചെയ്തു എന്നൊരു മറുപടിയാണ് വേണ്ടത്. അത് ഇതുവരെ പറഞ്ഞില്ല. എന്തിനാ അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം എല്ലാവരും പറയണ്ടേ. നേരത്തെ പറഞ്ഞത് ഞങ്ങൾ സഹായിച്ചു കൊടുക്കുമല്ലേ, അവർക്കത് പ്രശ്നമുണ്ടെങ്കിൽ, നാട്ടിൻ്റെ കാര്യമാണ്. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം എല്ലാവരും പറയേണ്ടത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഇതൊന്നും AS DS കിട്ടില്ലല്ലോ. അതിന് മുമ്പ് പറയണ്ടേ, നിങ്ങളോട് പറയണ്ടേ. അല്ല, അത് അല്ല, ഇത് പറയാൻ ഞങ്ങളല്ല, സാധാരണ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ ഇന്നെ ആവശ്യങ്ങളുണ്ട് എന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തുന്ന ചുമതല ജനപ്രതിനിധിക്കല്ലേ. മന്ത്രി അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ല, ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് സബ്മിഷൻ വീണ്ടും അവതരിപ്പിക്കാലോ, വീണ്ടും പറയാലോ.
ഗവൺമെന്റ് ശ്രദ്ധ കൊണ്ടുവരാൻ അതൊരു ഭരണകർത്താവ് എന്ന നിലക്ക് നിരന്തരമായ ഇടപെടൽ ശേഷി കൂടി വളരെ പ്രധാനമാണല്ലോ. ഇപ്പൊ ദേശീയവാദന്റെ പ്രതിപടം ചോദിച്ചു. ഈ ദേശീയവാദന്റെ ഈ റീച്ചിൽ തന്നെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിലെയും വടകര മണ്ഡലത്തിലെയും വർക്ക് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. മൂരാട് പാലം കഴിഞ്ഞാൽ ഒരുപാട് കാര്യം നടന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് നടന്നത്? അവിടെ ഇടപെടുന്ന ഒരു ഭരണാധികാരിയുണ്ട്, ജനപ്രതിനിധിയുണ്ട്. ഇവിടെ അങ്ങനെ ഇടപെടാൻ കഴിയുന്നില്ല. MLA, MP തുടങ്ങിയ സംവിധാനം എന്ത് ചെയ്തെന്ന് അറിയണമല്ലോ. ദേശീയവാദയുമായി ബന്ധപ്പെട്ട് NHA അത് പൂർണ്ണമായിട്ടും കേന്ദ്രം ആണല്ലോ. MP എന്ത് ചെയ്തു? ഇവിടെ MLA എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. 7 മണി 6 മണി. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. MK ഭാസ്കരൻ വലിയ ഭൂരിപക്ഷത്തിന് വടകര ജയിക്കും. അതെ, ഭരണവിരുദ്ധ വികാരം പറയാം. ഒന്ന്, കനകലുവിൻ്റെ റിപ്പോർട്ടുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, വലിയ മനസ്സിലായിട്ടുണ്ടാവും. അതിൽ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ്. അതുകൊണ്ട് കുറച്ചുകൂടി UDF ശക്തമായി മുന്നോട്ട് വരണം. കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് പറയുന്നത്. KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല, ചിലപ്പോൾ പിണറായി എൻ്റെ വീടിന് വരുമെന്ന്. നിങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. വടകര നിലവിലുള്ള MLAക്കെതിരായ വികാരമാണ്. അപ്പൊ ആ സ്വാഭാവികമായിട്ടും ഈ ഒരു അന്തരീക്ഷത്തിൽ വടകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ വലിയ വോട്ടും ജയിക്കും. അതിന് അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. വർഗീയ ശക്തികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു സഖ്യവുമില്ല. SDPI മാത്രമല്ല, ഒരു വർഗീയ ശക്തികളുമായിട്ട് ബന്ധമില്ല. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു. വർഗീയ ശക്തികളുമായി യാതൊരു കോംപ്രമൈസോ യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി, LDF കൺവീനർ വ്യക്തമാക്കി, പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി. അത് തന്നെയാണ് എല്ലാ സ്ഥലത്തും. അതിനപ്പുറം വേണമെന്നില്ല. ഇനി ആർക്കാണ് ബന്ധമുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം. ഡീല് ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങൾക്കെല്ലാം വളരെ നന്നായിട്ട് അറിയാമല്ലോ. ഇവിടെ രക്തസിംഗ് മത്സരിച്ച സമയത്ത് എന്തായിരുന്നു? ബേപ്പൂരിൽ മാധവൻകുട്ടിയെ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും മത്സരിച്ചപ്പോൾ വടകര യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ആദ്യം വെട്ടിത്തുറന്ന സ്ഥലം ഇതല്ലേ? LDF ആയിരുന്നു ചെയ്തത്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.